ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റ് രാഷ്ട്രീയ ഗിമ്മിക്കാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി. ഇത് വികസന ബജറ്റല്ല, കടം കയറിയ സാമ്പത്തിക പരാജയത്തിന്റെ രേഖയാണെന്നും അദ്ദേഹം പറഞ്ഞു. 2026-2027 സംസ്ഥാന ബജറ്റ് കേരള ജനത നേരിടുന്ന യഥാർത്ഥ സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരമാക്കുന്നതല്ല, മറിച്ച് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വികസനത്തിന്റെ പേരിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ ഗിമ്മിക്ക് മാത്രമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി ആരോപിച്ചു. 2.39 ലക്ഷം കോടി ചിലവുള്ള ബജറ്റിൽ തന്നെ സർക്കാർ 55,000 കോടിയിലധികം രൂപയുടെ ധനക്കമ്മിയും 34,000 കോടി രൂപയുടെ റവന്യൂ കമ്മിയും അംഗീകരിച്ചിരിക്കുകയാണ്. ഇത് വികസന ബജറ്റല്ല, കടം കയറിയ സാമ്പത്തിക പരാജയത്തിന്റെ രേഖയാണെന്നും എം പി പറഞ്ഞു. ഇത് വികസന ബജറ്റല്ല, മറിച്ച് കടം കയറിയ സാമ്പത്തിക പരാജയത്തിന്റെ രേഖയാണെന്നും എം പി ആരോപിച്ചു. സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യത 5.44 ലക്ഷം കോടി രൂപയാണ് എന്നിരിക്കെ പലിശയ്ക്കായി മാത്രം 34,000 കോടി രൂപയിലധികം മാറ്റിവെക്കേണ്ടി വരുന്നത് കേരളത്തിന്റെ സാമ്പത്തിക ഭാവിയെ ഗുരുതരമായി ബാധിക്കുമെന്നും ശമ്പളവും പെൻഷനും പലിശയും നൽകാൻ പോലും കടമെടുക്കുന്ന സർക്കാർ സാമ്പത്തിക ഉത്തരവാദിത്തം പൂർണ്ണമായി കൈവിട്ടിരിക്കുകയാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു. CDNet ന്യൂസ്, മാവേലിക്കര.